Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all? Hope all enjoyed your Christmas vacation. Today in this EVS hour, let me introduce some farm animals. Animals എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, മൃഗങ്ങൾ. എന്താണ് ഫാം അനിമൽസ്? നമ്മളുടെ വീടുകളിലെല്ലാം നമ്മൾ പല ആവശ്യങ്ങൾക്കായി മൃഗങ്ങളെ വളർത്താറുണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ ഫാം അനിമൽസ് എന്ന് പറയുന്നത്. ഫാം അനിമൽസ് നമ്മളെ ഉപദ്രവിക്കാറില്ല. ഒരു ഫാം അനിമലെങ്കിലും നമ്മളുടെ വീടുകളിലെല്ലാം ഉണ്ടാവാറുണ്ട്. വാട്ട് ഈസ് ദിസ് അനിമൽ? ദിസ് ഈസ് കൗ. കൗ. ഹാവ് യു ഓൾ സീൻ ദ കൗ കിഡ്സ്? കൗവിനെ നമ്മൾ പശു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടോ? നമ്മൾ എന്തിനാണ് പശുവിനെ വളർത്തുന്നത്? പശു നമ്മൾക്ക് പാൽ തരും. പാൽ മാത്രമാണോ? There are many products which we get from milk. പാലിൽ നിന്ന് നമ്മൾക്ക് ചീസും ബട്ടറും തൈരും എല്ലാം കിട്ടാറുണ്ട് അല്ലേ? ഇതൊക്കെ കഴിക്കാൻ നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇതൊക്കെ തരുന്നതാരാ? കൗ. കൗ. കൗവിനെ പോലെ തന്നെയാണ് ഗോട്ടും. ഗോട്ട് നമ്മളുടെ വീടുകളിലെല്ലാം വളർത്താറുണ്ട്. ആട്ടിൻപാൽ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. Goat is also one of the farm animal. And this is hen. Hen. കോഴി. കോഴീനെ എല്ലാവർക്കും അറിയാമല്ലോ. കോഴി നമ്മൾക്ക് എന്താണ് തരുന്നത്? hen gives us egg. കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ ചിക്സ് എന്നാണ് പറയുന്നത്. ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ കഴിക്കാൻ? ദിസ് ഈസ് ഡക്ക്. ഡക്ക്. താറാവ്. താറാവുകളെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? Duck also gives us egg. This is also one of the farm animal. And the next farm animal is sheep. Sheep also looks like goat, but it is different. The skin of sheep is used to make woolen clothes. Sheep നമുക്ക് wool ആണ് തരുന്നത്. ആ സ്കിന്നും കൊണ്ട് നമ്മൾ സ്വെറ്ററും ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഹോസ്. ഹോസ്. കുതിര. കുതിരനെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഹോസിനെ റൈഡ് ചെയ്യാറുണ്ട് അല്ലേ? അതിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കാറുണ്ട്. നമ്മൾ ഹോസിനെ റേസിനും ഉപയോഗിക്കും അല്ലേ? ഹോസ് റേസ്. സോ ഹോസ് ഈസ് ഓൾസോ എ ഫാം അനിമൽ. എല്ലാവർക്കും ഫാം അനിമൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ കുറച്ച് ഫാം അനിമൽസിനെ പരിചയപ്പെട്ടു. ഇനി അടുത്ത ക്ലാസ്സിൽ വൈൽഡ് അനിമൽസിനെ കുറിച്ച് പഠിക്കാം. ടിൽ ദെൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.